ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സരസ്വതിയോട് രാധയും മഹേഷും കാണിച്ച അനീതിയെക്കുറിച്ചെല്ലാം ശിവരാമൻ ചേട്ടൻ ലില്ലിക്കുട്ടിയോടും റജിയോടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇവരെ വളർത്താനായിട്ട് എത്ര കൊല്ലങ്ങളാ അവൾക്ക് പാഴായി പോയത്. സരസ്വതി അവന്റെ കയ്യിൽ നിന്ന് അടിയും ഇടിയും വാങ്ങിച്ചു കൂട്ടിയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ശിവരാമേട്ടൻ ചോദിക്കുമ്പോഴേക്കും പാവം നാത്തൂന്റെ മനസ്സാലോചിച്ചിട്ട് എനിക്ക് തന്നെ സഹിക്കുന്നില്ലെന്ന് ലില്ലിക്കുട്ടിയും പറയുന്നുണ്ട്. അതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന റജിയും പറയുന്നുണ്ട്, അപ്പച്ചൻ അറിയാലോ, അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും ഉള്ളുനൊന്താ എനിക്കും സഹിക്കില്ല. എന്നാലും ആ മഹേഷേട്ടന്റെ രാധേച്ചിയുടെയും മനസ്സാ ഞാൻ ആലോചിക്കുന്നത്. അതുകൾക്ക് ശിവരാമൻ ചേട്ടന് പറയുന്നുണ്ട്, നിന്റെ ഈ വാക്കു മതിയടാ ഞങ്ങളുടെ സമാധാനത്തിനെന്ന്. അച്ഛന്റെയും അമ്മയുടെയും കണ്ണീരിന്റെയും വേദനയുടെയും വിലയറിയാത്ത പിള്ളേര് എന്ന് വേണേലും നമ്മളെ തള്ളി പറയാം, മരണം വരെ അത് നമ്മൾ ഭയക്കണം എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ഉള്ളതാ അച്ചായ, ഇന്ന് രാത്രി നാത്തൂൻ ഉറങ്ങൂല. ആ പാവത്തിന് അതിന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. ഞാനൊന്ന് നാത്തൂനെ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ലില്ലിക്കുട്ടി എഴുന്നേൽക്കുമ്പോഴേക്കും നിക്ക് ഞാനും വരാം എന്ന് ശിവരാമൻ ചേട്ടനും പറയുന്നുണ്ട്. റജി അപ്പച്ചനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോഴേക്കും അവർ 3 പേരും കൂടി സരസ്വതിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടേ. അവിടെ കട്ടിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ടീച്ചറമ്മയുടെ തോളിൽ തലവെച്ച് സങ്കടത്തോടെ ഇരിക്കുകയാണ് വീണയും. അവർ ചെന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചയാണ് കാണുന്നത്. ശിവരാമേട്ടനെ കണ്ട് ടീച്ചറമ്മ കണ്ണീർ തുടയ്ക്കുമ്പോഴേക്കും ശിവരാമേട്ടനും സരസ്വതിയുടെ അരിയിലേക്ക് കട്ടിലിൽ ഇരിക്കുമ്പോഴേക്കും ടീച്ചറമ്മയും കരയുന്നുണ്ടേ. ശിവരാമേട്ടൻ സരസുവിന്റെ കൈ പിടിച്ചെടുത്തോണ്ട്, സരസു മോളെ നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറയുമ്പോഴേക്കും ടീച്ചറമ്മയും കരച്ചിലോടെ, ഞാൻ എന്തിനാ ശിവരാമേട്ട അയാളുടെ തല്ലും തൊഴിയുമെല്ലാം സഹിച്ച് രാധയെയും മഹേഷിനെയും വളർത്തിയത്? അയാളുടെ കൂടെ ചേർന്നു നിന്ന് എനിക്കെതിരെ പറയാനാണോ? എന്തൊരു വിധിയാ എൻ്റെ. ആരെയും ജീവിതത്തിൽ ഇങ്ങനെയൊന്നും പരീക്ഷിക്കാൻ പാടില്ല. സങ്കടത്തോടെ പറയുന്നത് കണ്ട് കരയാതെ സരസു എന്ന് പറഞ്ഞ് ശിവരാമേട്ടനും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇനിതേ ഈ കുഞ്ഞിയും കൂടി തള്ളി പറഞ്ഞ പൂർണ്ണമായി. പിന്നെ ഞാൻ ഇല്ല ശിവരാമേട്ട എന്ന് കരച്ചിലോടെ ടീച്ചറമ്മ പറയുമ്പോഴേക്കും വീണയും കരഞ്ഞോണ്ട്, അമ്മ അങ്ങനൊന്നും പറയല്ലേ, അമ്മയെ തള്ളി പറഞ്ഞ് എനിക്ക് ഒരിടത്തും ജയിക്കേണ്ടെന്ന് അവളും പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടോണ്ട് നിന്ന് ആകെ ടെൻഷനോടെ ലില്ലിക്കുട്ടിയും പറയുന്നുണ്ട്, ഞാനിപ്പോ പറഞ്ഞതേയുള്ളൂ നാത്തൂൻ ഇന്ന് ഉറങ്ങാൻ പറ്റില്ലെന്ന്. അപ്പോഴേക്കും ശിവരാമേട്ടനും പറയുന്നുണ്ട്, എന്റെ കൊച്ചിന്റെ പിടപ്പ് എനിക്കിപ്പോ അറിയാൻ പറ്റുന്നുണ്ട്. നീ ഇങ്ങനെ പിടയ്ക്കാതെ സമാധാനമായിട്ടിരിക്കുക. ഇത് ചതിയുടെ യുദ്ധമാ. ഇവിടെ കണ്ണീരിനൊരു വിലയുമില്ല. ഇവിടെ ബന്ധുക്കളും മക്കളും ഒന്നുമില്ല കൊച്ചേ. ശത്രുവും മിത്രവും മാത്രം. അത് നീ തിരിച്ചറിയ. പരീക്ഷിക്കപ്പെടുമെങ്കിലും നേടി ജയിക്കുക തന്നെ ചെയ്യും. അത് നീ വിശ്വസിക്കേ. പിന്നെ നിന്റെ ഏട്ടൻ ആരൊക്കെ തള്ളി പറഞ്ഞാലും നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ടിരുന്നീ എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും സങ്കടത്തോടെ തലകുലുക്കുന്നുണ്ടേ. അപ്പോഴേക്കും ശിവരാമേട്ടനും ഞാനിപ്പോ വരാം എന്നും പറഞ്ഞ് അവിടുന്ന് എണീറ്റ് പോകുന്നുണ്ടേ. അവിടെ തളത്തിലെ കൈവരിയിലിരുന്ന് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് രാധയും മഹേഷും. ശിവരാമേട്ടൻ അങ്ങോട്ട് വരുന്നത് കണ്ട് വല്യമ്മ പിന്നെ പറയാം എന്ന് മഹേഷ് പിറുപിറുക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് നിന്നുകൊണ്ട് അവളെ തീർക്കാനുള്ള അടുത്ത ഗൂഢാലോചനയായിരിക്കുമല്ലേ. എനിക്ക് മനസ്സിലായടാ ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് കേൾക്കുന്ന മഹേഷ് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട്, മനസ്സിലായല്ലോ, പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. കൈവിട്ട കളിയാ നിങ്ങൾ നടത്തുന്നത് ഓർത്തോ എന്ന് ശിവരാമേട്ടൻ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ആദ്യം കൈവരിന്ന് എണീറ്റുകൊണ്ട്, ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ട് ഞങ്ങളെ ഉപദേശിക്കാൻ വരാൻ വല്യമ്മയ്ക്ക് അപാര ധൈര്യം തന്നെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലാതെ ഇതെങ്ങനെ കലങ്ങി തെളിയുമെടി, അല്ലേൽ അവളിപ്പോഴും മേലത്തെ മുറിയിൽ കിടന്ന് നരകിച്ചേനെ എന്ന് വല്യമ്മ പറയുമ്പോഴേക്കും ഇപ്പൊ ആകെ കലങ്ങി മറിഞ്ഞു ഞങ്ങളുടെ ജീവിതമെന്ന് മഹേഷും പറയുന്നുണ്ട്. വല്യമ്മ അപ്പോഴേക്കും 2 പേരോടുമായി പറയുന്നുണ്ട്, ദേ നിങ്ങൾക്ക് മാത്രമായിട്ട് ജീവിച്ചൊരു സ്ത്രീയാ സരസ്വതി. അവളെ നിങ്ങൾ ഇങ്ങനെ ചതിക്കരുത്. അത് കേട്ട് ഇനി വലിയ ഉപദേശമൊന്നും വേണ്ടാന്ന് രാധയും. ആ മുറിയില് നിങ്ങൾ പറഞ്ഞത് കേട്ട് ചങ്ക് തകർന്ന് അവൾ ഇരിപ്പുണ്ട്. അവളെ നിങ്ങൾ തിരിച്ചറിയാതെ പോയാൽ 7 ജന്മം പോലും നീയൊന്നും ഗുണം പിടിക്കില്ല. ഈ പ്രപഞ്ചം അമ്മയ്ക്കൊപ്പം തന്നെ നിൽക്കും. നീയൊക്കെ കണ്ടോടാ. നിന്റെയൊക്കെ മക്കളെ കുഞ്ഞുനാള് മുതലേ നോക്കി വളർത്തിയത് അവളാ. നീയൊന്നും അതൊന്നും മറക്കരുത്. കിട്ടിയതിനൊന്നും നന്ദിയില്ലാതാവരുത് എന്ന് വല്യമ്മ പറയുമ്പോഴേക്കും ചെയ്തതിനൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി കണക്ക് പറയേണ്ട കാര്യമില്ല എന്ന് മഹേഷും ഒച്ച വെക്കുന്നുണ്ട്. അത് കേട്ട് വല്യമ്മയും പറയുന്നുണ്ട്, നീയൊന്നും ജയിക്കാൻ പോകുന്നില്ലടാ. സ്വന്തം അമ്മയെ നോവിച്ച് തോൽപ്പിച്ചിട്ട് ഏത് മക്കളാടാ ജയിച്ചിട്ടുള്ളത്? അനുഭവിച്ചേ നീയൊക്കെ പഠിക്കൂ. ഓർത്തോ, ഞാൻ അവളുടെ പിടപ്പ് കേട്ടിട്ടാ പറയുന്നത്. അനുഭവിച്ചേ നീയൊക്കെ പഠിക്കൂ എന്ന് 2 പേരുടെയും നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞോണ്ട് വല്യമ്മ അവിടുന്ന് പോകുന്നുണ്ടേ. അതും പറഞ്ഞ് വല്യമ്മ അവിടുന്ന് നടന്നു നീങ്ങുമ്പോഴേക്കും ഇയാളെ കൊണ്ട് എന്ന ദേഷ്യത്തോടെ രാധയോടായി പറഞ്ഞോണ്ട് മഹേഷും അവിടെ നിൽപ്പുണ്ടേ. പിന്നീട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ താരാപിള്ളയുടെ ഓഫീസിലെത്തിയിരിക്കുന്ന ടീച്ചർ അമ്മയെയും വീണയും മേരിക്കുട്ടി ടീച്ചറും സോമൻ സാറിനെയും
AEOയെയുമാണ് കാണിക്കുന്നത്. AEO ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലെല്ലാം കൈമാറുമ്പോഴേക്കും അതെല്ലാം മറിച്ചു നോക്കിക്കൊണ്ട് താരാപിള്ളയും ചോദിക്കുന്നുണ്ട്, സരസ്വതി ടീച്ചറുടെ ടൈമിലെ AEO വിവേക് സാർ ആയിരുന്നല്ലേന്ന്. അപ്പോഴേക്കും പുതിയ AEO പറയുന്നുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളിലൊന്നും എനിക്ക് നേരിട്ടുള്ള അറിവില്ല. പക്ഷേ ഞാൻ അപ്ഡേറ്റഡ് ആണ് മാഡം. വിവേക് സാറിനെ ഞാൻ ഇന്നലെ മീറ്റ് ചെയ്തിരുന്നു. അത് കേട്ട് അതെയോ, ഗുഡ്. വിവേക് സാർ ഇപ്പോ പാലക്കാടല്ലേ എന്ന് താരാപിള്ളയും ചോദിക്കുന്നുണ്ട്. അതെ മാഡം എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും ഞാൻ വിളിച്ചോളാം എന്ന് താരാപിള്ളയും. സരസ്വതി ടീച്ചറുടെ ഫയൽസിന്റെ ക്രോണോളജിക്കൽ മൂവ്മെന്റ് അതിലുണ്ട് മാഡം. എല്ലാ അനുബന്ധ രേഖകളുടെയും കോപ്പിയും ഉണ്ട് എന്ന് AEO പറയുമ്പോൾ ശരി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിക്കോളാം എന്ന് താരാപിള്ളയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർ ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, വലിയ ആരോപണമാണ് ടീച്ചറുടെ മേലെ എന്ന്. എല്ലാം ടീച്ചറിന്റെ പ്ലാനിംഗ് ആണെന്നാണ് പറയുന്നത് എന്നവർ പറയുമ്പോഴേക്കും ഇതിലൊരു പ്ലാനിങ്ങും ഇല്ല മാഡം, എല്ലാം എന്റെ മിസ്റ്റേക്കാ എന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ പറയുന്നുണ്ട്. ടീച്ചർ അങ്ങനെ സ്വയം ജഡ്ജ്മെന്റിലൊന്നും ആവണ്ട, കാര്യങ്ങൾ പറയൂ എന്ന് താരാപിള്ളയും. അല്ല, ഇപ്പൊ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്, അന്ന് അങ്ങനെ ഇരിക്കാതെ പുറത്തു വരണമായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അത് ശരിയാ, അങ്ങനെയായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആവില്ലായിരുന്നു എന്ന് താരാപിള്ളയും പറയുന്നുണ്ട്. പക്ഷേ അന്ന് എന്റെ അവസ്ഥ മറ്റൊന്നായിരുന്നു. എന്റെ മനസ്സും ശരീരവും ഒന്നും എന്റെ വരുതിയിലല്ലായിരുന്നു. ഞാൻ നാട്ടിൽ വന്നിറങ്ങുമ്പോൾ കാണുന്നത് എന്റെ ഒന്നാം ഓർമ്മ ദിനം പ്രിയപ്പെട്ടവരെ ആചരിക്കുന്നതാണ്. പിന്നെ ഈ മണ്ണിൽ എന്റെ കാലുറച്ചില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടെ നടന്ന കാര്യങ്ങളെല്ലാം ടീച്ചറമ്മ താരാപിള്ളയോടായി പറയുന്നുണ്ടേ. പിന്നെ ഞാൻ കാണുന്നത് എന്നെ അടക്കിയ സ്ഥലം, അവിടെ എന്റെ പ്രിയപ്പെട്ടവര് പോയി വിഷമിക്കുന്നു. വീട്ടിലും മാലയിട്ട എന്റെ ചിത്രം. എന്റെ മരണം കണ്ട് എന്റെ മനസ്സും മരവിച്ചു. ജീവിതത്തിൽ ഒരർത്ഥവുമില്ലാത്ത പോലെ തോന്നി. ആ മരവിപ്പിൽ നിന്നാണ് ജീവിതത്തെ ചെറുത്തു നിൽക്കാൻ ഞാൻ പഠിച്ചത്. നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് ബോധ്യപ്പെട്ട നാളുകൾ, ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹവും കെട്ടുപോയ നാളുകൾ. പിന്നെയാണ് ഞാൻ ചെയ്ത തെറ്റും അത് സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശവും മനസ്സിലായത്. ഞാൻ അതുവരെ ജീവിച്ച ജീവിതത്തിന് വിരുദ്ധമാണെന്ന് എനിക്ക് ശരിക്കും ബോധ്യമായി. പക്ഷേ അപ്പോഴേക്കും ഞാൻ അതിൽ വല്ലാതെ ആണ്ടുപോയിരുന്നു. ഇപ്പൊ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ അവിടെ കിടന്ന് മരിച്ചു പോയേനെ എന്ന് സങ്കടത്തോടെ ടീച്ചറമ്മ പറയുമ്പോഴേക്കും താരാപിള്ളയും അത് കേട്ട് ടെൻഷനോടെ ഇരിക്കുന്നു. ആ അവസ്ഥയാണ് എനിക്ക് വിനയായത്. രക്ഷപ്പെടാൻ എനിക്ക് തോന്നിയില്ല. ക്ഷമിക്കണമെന്ന് പറയാനാവാത്ത തെറ്റാണത്. എല്ലാ ശിക്ഷയും എനിക്ക് തരണം. ജീവിച്ചിരിക്കെ ജഡമായ ഒരാളാ ഞാൻ എന്ന് ടീച്ചറമ്മ പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഞാൻ ടീച്ചറോട് ആദ്യമേ പറഞ്ഞു, സ്വയം ജഡ്ജ്മെന്റലാവാൻ ശ്രമിക്കരുതെന്ന്. ഇല്ലേ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രം ടീച്ചർ മറുപടി പറഞ്ഞാൽ മതി. ശരി തെറ്റുകൾ ഞങ്ങൾ തീരുമാനിച്ചോളാം. ഓക്കെ, പറയൂ എന്ന് താരാപിള്ള പറയുമ്പോഴേക്കും ടീച്ചറമ്മയും അത് സമ്മതിക്കുന്നുണ്ടേ. പിന്നെ സ്വയം ബ്ലെയിം ചെയ്യുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. ടീച്ചർ വെള്ളം കുടിക്കൂ എന്ന് പറഞ്ഞ് ടേബിളിലുള്ള ഗ്ലാസ്സിലുള്ള വെള്ളമെടുത്ത് കൊടുക്കുന്നുണ്ട്. ടീച്ചറമ്മയും ആ ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് കുടിക്കുമ്പോഴേക്കും താരാപിള്ള പറയുന്നുണ്ട്, ടീച്ചർ ഇങ്ങനെ വല്ലാതെ സ്വയം വിമർശിച്ചിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞുകൊണ്ട് വീണയോടായി വീണയ്ക്ക് എന്താണ് പറയാനുള്ളത് പറയൂ എന്ന് പറയുന്നുണ്ട്. വീണയും ആകെ ടെൻഷനോടെ, ഞാൻ ആരോടും എന്നെ ന്യായീകരിച്ചിട്ടില്ല മാഡം, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ജോലി നിലനിർത്താനായി അമ്മയുള്ള കാര്യം മറച്ചുവെന്നവർ വിശ്വസിച്ചു. എനിക്ക് അമ്മയുടെ സ്നേഹത്തിന് മുകളിൽ നേടാൻ ജീവിതത്തിൽ ഒന്നുമില്ല മാഡം. പക്ഷേ ആരും എന്നെ വിശ്വസിച്ചില്ല. അമ്മയുടെ വാക്കുകൾക്കപ്പുറം ഞാനൊന്നും ചിന്തിച്ചിട്ടുമില്ല എന്ന് കരഞ്ഞോണ്ട് വീണയും പറയുന്നുണ്ട്. അത് കേട്ട് താരാപിള്ളയും പറയുന്നുണ്ട്, എപ്പോഴും ഒരു അന്വേഷണം വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നിഗമനത്തിലെത്തുകയുള്ളൂ. അതിലെ വൈകാരികത ഒരു ഘടകമേ അല്ല. ഞാൻ നിങ്ങൾക്ക് 5 പേർക്കും സെപ്പറേറ്റ് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഫയലിൽ നിന്ന് ആ പേപ്പേഴ്സ് എടുത്തോണ്ട് AEOക്ക് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഫില്ല് ചെയ്ത് തരണം ഇപ്പൊ തന്നെ എന്നവർ പറയുമ്പോഴേക്കും AEO അവർക്ക് എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുന്നുണ്ട്. എല്ലാവരും പേനയെല്ലാം എടുത്തോണ്ട് അത് ഫിൽ ചെയ്യുന്നുണ്ടേ. അപ്പോഴേക്കും അവർക്കുള്ള ചായ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ആദ്യം തന്നെ മേരിക്കുട്ടി ടീച്ചർ ആ ക്വസ്റ്റ്യൻ എല്ലാം ഫിൽ ചെയ്തുകൊണ്ട് എണീറ്റ് വന്ന് താരാപിള്ളയ്ക്ക് കൊടുത്തോണ്ട്, മാഡം, ജയിക്കാനായി കള്ളം പറയാൻ അറിയാത്ത 2 പേരാ ഇവര്. പറഞ്ഞ സത്യങ്ങളുടെ പേരിൽ നടപടി ഉണ്ടാകുമോന്ന് പേടിയുണ്ട് എനിക്ക്. പറയുന്നത് തെറ്റാണെങ്കിലും സരസ്വതിക്ക് വേണ്ടി എനിക്കത് പറയാതിരിക്കാനാവില്ല. അത്രയ്ക്ക് അനുഭവിച്ച ഒരു ജന്മമാ അവളുടേത്. ഇനിയൊന്നും അവൾ താങ്ങില്ല, അത് വല്ലാണ്ട് ക്രൂരമാവും എന്ന് മേരിക്കുട്ടി പറയുന്നത് കേട്ട് ടീച്ചർ അമ്മയും ടെൻഷനോടെ തല ഉയർത്തി നോക്കുന്നുണ്ട്. അതുകൊണ്ട് സരസ്വതിക്ക് മാപ്പ് കൊടുക്കണം. അവള് ഗതികേട് കണ്ട് പെട്ടുപോയതാ. അവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് സങ്കടത്തോടെ അപേക്ഷിച്ചുകൊണ്ട് മേരിക്കുട്ടി ടീച്ചറും തന്റെ കസേരയിലേക്ക് വന്നിരിക്കുന്നുണ്ടേ. അപ്പോഴേക്കും താരാപിള്ളയും പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഇമോഷൻസിനെ ഞാൻ മാനിക്കുന്നുണ്ട്. പക്ഷേ ഈ അന്വേഷണം ഒരിക്കലും ഇമോഷനെ ബേസ് ചെയ്തായിരിക്കില്ല. പകരം ഫാക്ട്സ് ആവും അന്വേഷണത്തെ കൺക്ലൂഷനിലേക്ക് നയിക്കുന്ന ഘടകം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് താരാപിള്ള നിർത്തുമ്പോഴേക്കും ടീച്ചർ അമ്മയും അത് സമ്മതിക്കുന്നുണ്ടേ.
പിന്നീട് താരാപിള്ളയുടെ ഓഫീസിന് പുറത്ത് ടീച്ചറമ്മയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവരാമൻ ചേട്ടനെയും റജിയെയുമാണ് കാണിക്കുന്നത്. ശിവരാമൻ ചേട്ടൻ റജിയോടായി പറയുന്നുണ്ട്, ഇവരന്വേഷിച്ച് റിപ്പോർട്ട് സെക്രട്ടറിക്ക് സമർപ്പിക്കും. ഇതിൽ കോടതി ഇടപെടൽ ഉണ്ടായതുകൊണ്ട് കോടതിയിലും സമർപ്പിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷാ നടപടികൾ നടപ്പിലാക്കും. അത് കേട്ട് അപ്പയ്ക്കിനി എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമെന്ന് റജിയും ചോദിക്കുന്നുണ്ട്. ഇതിനൊക്കെ അപ്പുറം അവൾക്ക് എന്ത് പ്രശ്നം വരാനാടാ എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും കൂട്ടരും ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴേക്കും ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, എല്ലാ കാറും കോളും മാറി വെളിച്ചം വരും ടീച്ചറെ, സമാധാനമായിരിക്കുന്നു. താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ കൈ കൂപ്പുമ്പോഴേക്കും അയാളും കൈ കൂപ്പിക്കൊണ്ട് അയാളും യാത്ര പറഞ്ഞ് സോമൻ സാറിന്റെ കൂടെ പോകുന്നുണ്ടേ. അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറമ്മയോടായി പറയുന്നുണ്ട്, ഇവിടെ പരിചയത്തിലൊരു ക്ലർക്കുണ്ട്, വന്നിറങ്ങിയപ്പോ കണ്ടതാ, മിണ്ടാനായില്ല, ഒന്ന് കണ്ടിട്ട് വരാമേ ശരിയെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചർ അകത്തേക്കായി പോകുന്നുണ്ടേ. അപ്പോഴാണ് പുറത്ത് അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശിവരാമൻ ചേട്ടനെയും റജിയെയും അവർ കാണുന്നത്. ടീച്ചറമ്മയും വീണയും കൂടി അവരുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴേക്കും എന്തായി എന്ന് ശിവരാമേട്ടനും ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ സിറ്റിംഗ് കഴിഞ്ഞു, ഇനി അറിയിക്കാമെന്ന് പറഞ്ഞു. ക്ലാരിറ്റി വരുത്താൻ ഇനിയും വിളിക്കും എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും നമുക്ക് നോക്കാമെന്ന് ശിവരാമൻ ചേട്ടനും എന്നവാ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാറിൽ കയറാൻ പോകുന്നുണ്ടേ. അപ്പോഴാണ് താരാപിള്ളയ്ക്ക് പോവാനുള്ള കാറും അങ്ങോട്ടെത്തുന്നത്. ശിവരാമൻ ചേട്ടനും കൂട്ടരും കാറിൽ കയറാനായി പോകുമ്പോഴേക്കും താരാപിള്ളയും കാറിലേക്ക് കയറാനായി വരുന്നുണ്ടേ. ശിവരാമൻ ചേട്ടൻ ഡോർ തുറന്ന് കാറിൽ കയറാനായി തുടങ്ങുമ്പോഴാണ് കാറിൽ കയറാനായി തുടങ്ങിയ താരാപിള്ളയും ശിവരാമൻ ചേട്ടനെ കണ്ട് ഒരു നിമിഷം നോക്കി നിൽക്കുന്നത്. ശിവരാമൻ ചേട്ടനും അവരെ കണ്ട് അമ്പരപ്പോടെ നോക്കി നിൽക്കുമ്പോഴേക്കും താരാപിള്ളയും സംശയത്തോടെ നോക്കിക്കൊണ്ട് തന്നെ നിൽപ്പാ. അപ്പോഴേക്കും ശിവരാമൻ ചേട്ടൻ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് ആ ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് താരാപിള്ളയുടെ അടുത്തേക്ക് നടന്നെടുക്കുന്നുണ്ട്. ശിവരാമൻ ചേട്ടന്റെ ആ പോക്കു കണ്ട് ടീച്ചറമ്മയും കാറിൽ നിറങ്ങി നോക്കുന്നുണ്ടേ. സന്തോഷത്തോടെ ശിവരാമേട്ടൻ ചെന്ന് താരാപിള്ളയുടെ കൈ പിടിക്കുമ്പോഴേക്കും അവരും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ടേ. അവർ തമ്മിൽ സന്തോഷത്തോടെ ചിരിച്ചോണ്ട് സംസാരിച്ചു നിൽക്കുന്നത് കാറിൽ നിറങ്ങിയ ടീച്ചറമ്മയും വീണയും റജിയും എല്ലാം അമ്പരപ്പോടെ നോക്കി നിൽപ്പുണ്ട്. സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന താരാപിള്ള പെട്ടെന്ന് ശിവരാമൻ ചേട്ടനോട് കാറിലേക്ക് കയറാനായി പറയുമ്പോഴേക്കും അദ്ദേഹവും ആ കാറിലേക്ക് കയറുന്നുണ്ടേ. അവരെയും കൊണ്ട് താരാപിള്ളയുടെ കാർ ഓടിച്ചു പോകുമ്പോഴേക്കും അമ്പരപ്പോടെ ടീച്ചറമ്മയും റജിയും വീണയും എല്ലാം നോക്കി നിൽപ്പുണ്ട്. സംശയത്തോടെ വീണയും ചോദിക്കുന്നുണ്ട്, വല്യമ്മ ഇതൊന്നും പറയാതെ എങ്ങോട്ടാണെന്ന് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് റജി പറയുമ്പോഴേക്കും ഡിഡിക്കൊപ്പം പോയതല്ലേ, എന്തോ കാര്യമുണ്ടെന്ന് ടീച്ചറമ്മയും നീ ഇപ്പൊ വിളിക്കണ്ടെന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അല്ല അതിപ്പോ എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് റജിയും ചോദിക്കുന്നുണ്ട്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം, എന്നിട്ട് വിളിക്കാം, കയറ് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എല്ലാവരും കൂടി അത് സമ്മതിച്ചുകൊണ്ട് കാറിലേക്ക് കയറുന്നുണ്ടേ. പിന്നീട് താരാപിള്ളയുടെ കൂടെ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ശിവരാമൻ ചേട്ടനെയാണ് കാണിക്കുന്നത്. ചായ കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്കും എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്, കുടിക്കെന്ന് താരാപിള്ള പറയുന്നുണ്ട്. ശിവരാമൻ ചേട്ടൻ ചായ എടുത്ത് കുടിക്കുമ്പോഴേക്കും എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് താരാപിള്ളയും ചോദിക്കുന്നുണ്ട്. കൊള്ളാമെന്ന് സമ്മതിച്ചോണ്ട് ശിവരാമേട്ടൻ ചോദിക്കുന്നുണ്ട്, താരക്കൊച്ചിനൊപ്പം വാസുവേട്ടനും സരളയിടത്തിയും തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം മുത്താർമലയിലേക്ക് വന്നിട്ടേ ഇല്ലെന്ന് തോന്നുന്നെന്ന്. ഇല്ല, അതിന് കാരണക്കാരി ഞാൻ തന്നെയാ. എന്റെ ഈ ജോലിയുടെ തിരക്കുകൾക്കിടയിൽ എനിക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും, പിന്നെ അവർ രണ്ടുപേരും മാത്രമായി എങ്ങോട്ടും ഇറങ്ങത്തുമില്ല. അത് കേട്ട് ചിരിയോടെ ശിവരാമേട്ടനും പറയുന്നുണ്ട്, ഞാൻ ഇപ്പോഴത്തെ പിള്ളേരോടൊക്കെ പറയാറുണ്ട് താരക്കൊച്ചിന്റെ കാര്യമെന്ന്. അത് കേട്ട് എന്ത് കാര്യമെന്ന് താരയും സ്കൂൾ കലോത്സവത്തിലെ കവിതാ ചൊല്ലലിന് പിന്നെ ഒരു നാടകത്തിൽ നങ്ങേലിയായിട്ട് എന്ന് ശിവരാമേട്ടൻ പറയുമ്പോഴേക്കും പൂതപ്പാട്ടെന്ന് താരയും അതുപോലെ തന്നെ പഠിത്തത്തിലും. സത്യം പറയാമല്ലോ, ഇങ്ങനൊരു മിടുക്കിയെ പിന്നെ മുത്താർമലയിൽ കണ്ടിട്ടേ ഇല്ല എന്ന് ശിവരാമേട്ടൻ പറയുന്നത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് മാമന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടെന്ന് താര പറയുന്നുണ്ട്. അത് കേട്ട് ചിരിയോടെ ഇരിക്കുന്ന ശിവരാമേട്ടനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.